ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ചക്ക എരിശ്ശേരി ഏറ്റവും രുചികരമായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്കച്ചുള അതാ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചക്കച്ചുള അങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക കേട്ടോ. ഏതാണ്ട് ഒരു 6.5-7 കപ്പോളം ഉണ്ടായിരിക്കും. കപ്പ് കണക്കിന് പറയുകയാണെങ്കിൽ, ഗ്രാം കണക്കിന് വെയിറ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു 550 ഗ്രാം ഉണ്ട് കേട്ടോ. 1/2 കിലോ എന്ന കണക്കിൽ എടുത്താൽ മതി കേട്ടോ. ഇതിലിപ്പോൾ ചക്കച്ചുള വട്ടത്തിൽ അരിഞ്ഞതും അതേപോലെ തന്നെ ചക്കക്കുരു അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചക്കക്കുരു എടുക്കുക, കൂടുതൽ ചക്കച്ചുള വട്ടത്തിൽ അരിഞ്ഞത് എടുക്കുക. അപ്പോൾ ഒരു 100 അല്ലെങ്കിൽ ഒരു 150 ഗ്രാമോളം ചക്കക്കുരു എടുക്കുക കേട്ടോ. ചക്കക്കുരു ഇതിൻ്റെ ആ ബ്രൗൺ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. മീതത്തെ ആ പോളല്ലേ, അത് മാത്രം ഒന്ന് കളഞ്ഞാൽ മതി. ഒരുവിധം ഇങ്ങനെ നന്നായിട്ട് മൂത്ത് വരുന്ന ചക്കയാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് മൂപ്പ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അത് വെച്ചിട്ടും ഇതുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുക്കറിൽ വെച്ചിട്ട് എളുപ്പത്തിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വെയിറ്റ് ഇടുക. വെയിറ്റ് ഇട്ടതിൻ്റെ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3-4 വിസിൽ വന്നാൽ മതിയാവും കേട്ടോ. എല്ലാ ചക്കയുടെയും വേവ് ഒരുപോലെ ആയിരിക്കില്ല, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. 1 കപ്പ് നാളികേരമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 3 വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർ വെളുത്തുള്ളി സ്കിപ്പ് ചെയ്യാം. ജീരകവും നാളികേരവും അരച്ചിട്ട് ചേർത്താലും മതി. വെളുത്തുള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറുമാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക. കറിവേപ്പില ഞാൻ പിന്നീടാണ് ചേർത്തത്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ചക്കയ്ക്ക് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. വെള്ളം കുറവാണ് തോന്നുകയാണെങ്കിൽ നല്ല തിളച്ച വെള്ളം ആവശ്യത്തിനുള്ളത് ചേർക്കുക കേട്ടോ. കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് നന്നാവുക. അത് കാരണം എന്താണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അത് നല്ല കട്ടിയായിട്ട് വരും. ഇനി അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ അരപ്പ് ഇതിലേക്ക് ചേർക്കുക. പിന്നെ മിക്സിയുടെ ജാറ് ചൂടുള്ള വെള്ളം കൊണ്ട്, നല്ല ചൂടുള്ള വെള്ളം കൊണ്ട് കഴുകിയിട്ട് ചേർക്കുക. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് തിള വരട്ടെ. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർക്കുക കേട്ടോ. ഇപ്പോൾ കുറച്ച് നല്ല തിളച്ച വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്ന് ലൂസാക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ശർക്കരയാണ് ചേർക്കുന്നത്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ശർക്കര പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. ഞാൻ പൊതുവെ ശർക്കരയാണ് ചേർക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട മധുരത്തിനനുസരിച്ച് ശർക്കര ചേർത്താൽ മതി. ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യണമെങ്കിൽ ശർക്കര ചേർക്കണം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി തിളച്ച വെള്ളം ചേർക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് ലൂസായിട്ടിരിക്കണം. കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കട്ടിയാവും. അപ്പോൾ ആ രീതിയിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. തണുത്ത വെള്ളം ഒഴിക്കരുത്. ഒന്ന് അടച്ചു വയ്ക്കുക. ആ വെളുത്തുള്ളിയുടെ ആ പച്ചമണമൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് മാറണം. ആ ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ റോ ടേസ്റ്റ്, ആ പച്ചമണം ഒന്ന് മാറണം. കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. വെളുത്തുള്ളി ഞാനിപ്പോൾ 3 ചെറിയ വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. വെളുത്തുള്ളിയുടെ അളവൊന്നും കൂടി പോകരുത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. നാടൻ വെളുത്തുള്ളിയാണ് ചേർത്തത് കേട്ടോ. നല്ല വലുപ്പമുള്ള ചൈനീസ് വെളുത്തുള്ളിയാണെങ്കിൽ ഇത്രയൊന്നും ചേർക്കരുത്. അരപ്പ് ചേർത്തിട്ട് ഒരു 4-5 മിനിറ്റ് എന്തായാലും അടച്ചു വെക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളച്ച് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിയതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഞാൻ അതിൻ്റെ ശേഷം കടുക് വറുത്തിടാം. പിന്നെ ഇതിലേക്ക് കടുക് പൊട്ടിച്ചിടണം. അതിന് വേണ്ടിയിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക. 2-3 ഉണക്കമുളക് ഇടാം. പിന്നെ ഒരു പിടി കറിവേപ്പില കൂടി ചേർക്കുക. എന്നിട്ട് ഒരു 1/4 കപ്പ് നാളികേരം ചേർക്കുക കേട്ടോ. നാളികേരം ചേർത്തിട്ട് നല്ല ഗോൾഡൻ കളറിൽ നന്നായിട്ട് വറുത്തെടുക്കുക. നല്ല ചുവക്കെ വറുത്തെടുക്കണം കേട്ടോ. നാളികേരത്തിൻ്റെ വറവ് പ്രധാനമാണ്. നല്ല വറുത്തെടുക്കണം. നല്ല കളറൊക്കെ മാറിയിട്ട് നല്ല ചുവക്കെ വറുത്തെടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല ചുവക്കെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്, ആ ഫ്ലേവർ കിട്ടുള്ളൂ. ഇനി ഇത് കറിയിലേക്ക് ഇടുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റുള്ള ചക്ക എരിശ്ശേരി റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്